Hello everyone, welcome to G-Pod. എല്ലാവർക്കും മക്കളെ G-Podന്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി മോഡൽ എക്സാം നടക്കാൻ പോവാണല്ലേ. അപ്പോൾ ഹിസ്റ്ററി മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും 100% ഉറപ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? മാപ്പ് മാർക്കിംഗ് എങ്ങനെയാണ് ഭൂപടത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഭൂപടത്തിൽ രേഖപ്പെടുത്തുക, അതേപോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഭൂപടത്തിൽ ചോദിക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ഇത് 100% ഉറപ്പാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വേൾഡ് മാപ്പ് തരാം. നിങ്ങൾക്ക് +1 മോഡൽ എക്സാം ആയാലും +1 പബ്ലിക് എക്സാം ആയാലും ഇതേപോലെ എന്ത് തരും? നിങ്ങൾക്ക് ഒരു വേൾഡ് മാപ്പ് തരും. ആ വേൾഡ് മാപ്പിലാണ് നിങ്ങളോട് എന്ത് പറയാ, ഓരോരോ സാധനങ്ങൾ മാർക്ക് ചെയ്യാൻ പറയട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മാപ്പ് മാർക്കിങ്ങിൽ എക്സാമിന് ചോദിക്കാൻ നമുക്ക് നോക്കട്ടോ. അപ്പോൾ ചാപ്റ്റർ 1 നിന്ന് 2 കാര്യങ്ങളാണ് ചോദിക്കാൻ ചാൻസ്. ഒന്ന് ഇറാഖ് ചോദിക്കും, 2 മെഡിറ്ററേനിയൻ സീ ചോദിക്കും. അതിൽ മെഡിറ്ററേനിയൻ സീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് വരിക, മെഡിറ്ററേനിയൻ സീയുടെ ലൊക്കേഷൻ വരിക. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് വരിക, മെഡിറ്ററേനിയൻ സീയുടെ ലൊക്കേഷൻ വരിക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഇവിടെയാണ് എന്ത് വരുന്നത്, ഇറാഖ് വരുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെയാണ് എന്ത് വരുന്നത്, ഇറാഖ് വരുന്നത്. അപ്പോൾ ഇറാഖിൻ്റെ സ്ഥാനവും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിൻ ആൻഡ് ഡാന്യൂബ് റിവേഴ്സ് ഉണ്ട്. ശ്രദ്ധിച്ചോ, ഇവിടെയാണ് എന്ത് നദി, റൈൻ അല്ലെങ്കിൽ റിൻ എന്ന് വിളിക്കുന്ന നദി. ശ്രദ്ധിക്കണം, ഇവിടെയാണ് എന്തുള്ളത്, റൈൻ അല്ലെങ്കിൽ റിൻ എന്ന് വിളിക്കുന്ന നദി. ഇവിടെയാണ് എന്തുള്ളത്, ഡാന്യൂബ് റിവർ. ശ്രദ്ധിക്കണം, ഇവിടെയാണ് എന്തുള്ളത്, ബി എന്ന സ്ഥലത്ത്. ഇത് റൈൻ നദിയാണ്, ഇതെന്താണ്, ഡാന്യൂബ് റിവർ ആണ് കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോം അല്ലേ, അതായത് നമുക്കറിയാം റോം. ഇവിടെയാണ് ആര് വരുന്നത്, റോം വരുന്നുണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോം ഇവിടെയാണ് വരുന്നത്. അടുത്തത് അലക്സാൻഡ്രിയ ആണ്. ഇവിടെയാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് ആരുള്ളത്, അലക്സാൻഡ്രിയ ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്, അലക്സാൻഡ്രിയ ഉള്ളത് കേട്ടോ. അടുത്തത് ഏതാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ഇവിടെയാണ് ആരുള്ളത്, കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ ഒരു ഭാഗത്താണ് ആരുള്ളത്, കോൺസ്റ്റാന്റിനോപ്പിൾ ഉള്ളത്. അടുത്തത് ആന്റിയോക്ക് ആണ്. ഇവിടെയാണ് ആരുള്ളത്, ആന്റിയോക്ക് എന്ന് പറയുന്ന നഗരം. ആന്റിയോക്ക് എന്ന് പറയുന്ന നഗരം എവിടെയാണ് കിടക്കുന്നത്, ഇവിടെയാണ് കിടക്കുന്നത്. അടുത്തത് സഹാറ ഡെസേർട്ടിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെസേർട്ട് മരുഭൂമിയായിട്ടുള്ള സഹാറ ഡെസേർട്ട് ഇവിടെയാണ്. അതിൻ്റെ സ്ഥാനം എക്സാമിന് പഠിച്ചു വെക്കണ്ടോ. അടുത്ത മറ്റൊരു കടലാണ് കാസ്പിയൻ സീ. ഈ കാസ്പിയൻ സീ എന്ന് പറയുന്ന കടൽ ഇതാ ഇവിടെയാണ് ആര് നിൽക്കുന്നത്, കാസ്പിയൻ സീ. ഇവിടെയാണ് ആരുള്ളത്, കാസ്പിയൻ സീ. അപ്പോൾ ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കാരണം കഴിഞ്ഞ പബ്ലിക് എക്സാം ഈ ഭാഗത്ത് നിന്ന് 2-3 കാര്യങ്ങളൊക്കെ മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം. നിങ്ങൾ വേൾഡ് മാപ്പ്, വേൾഡിൻ്റെ ഔട്ട്ലൈൻ മാപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് PDF പോയി കിട്ടും, ഷോപ്പിൽ പോയി കിട്ടും. അപ്പോൾ വേൾഡ് മാപ്പിൻ്റെ ഔട്ട്ലൈൻ മാപ്പ് വാങ്ങിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ഏതാടാ, ചാപ്റ്റർ 3 നിന്നാണ് ചോദിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതായത് ഇവിടെയാണ് ആര് വരുന്നത്, ജർമ്മനി വരുന്നത്. ഇവിടെയാണ് ആര് വരുന്നത്, സ്പെയിൻ വരുന്നത്. ഇവിടെയാണ് ആര് വരുന്നത്, ഫ്രാൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഇവിടെയാണ് ആര് വരുന്നത്, കെനിയ. ഇവിടെയാണ് ആരുടെ സ്ഥാനം, കെനിയയുടെ സ്ഥാനം. ഇവിടെയാണ് ആരുടെ സ്ഥാനം, എത്യോപ്യയുടെ സ്ഥാനം. ഇവിടെയാണ് ആരുള്ളത്, ടാൻസാനിയ. ഒൾഡുവായി ഗോർസ് എന്ന ഗുഹയുള്ള ടാൻസാനിയ ഉള്ളത് എവിടെയാണ്, ഇവിടെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായിട്ടുള്ള nafi.edu-pod നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കട്ടെ. കാരണം ഒരുപാട് ഉള്ള മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. nafi.edu-pod നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കട്ടോ. ഇനി ചാപ്റ്റർ 4 നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഈ ഭാഗത്തും കൂടുതൽ മാപ്പിലേക്ക് ചോദിക്കാറുണ്ട്. ഒന്നാമത്തേത് ദമസ്കസ് ആണ്. ദമസ്കസിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ചോദിച്ചു, നിങ്ങൾ അതിന് ആൻസർ കമൻറ്റ് ചെയ്യോ. ഏത് ഡൈനാസിയുടെ ക്യാപിറ്റലാണ് ദമസ്കസ്? ദമസ്കസ് എന്ന് പറയുന്നത് ഏത് രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ്? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതേപോലെ ദമസ്കസിന് തൊട്ട് താഴെ കുറച്ച് താഴെയായിട്ടാണ് ആര് വരുന്നത്, ബാഗ്ദാദ് വരുന്നത് കേട്ടോ. ഓക്കെ, വിച്ച് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ബാഗ്ദാദ് തലസ്ഥാനമാക്കി ഭരിച്ച രാജവംശം ഏതാണ്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത ഏതാണ്, മക്കയും മദീനയാണ്. ഇവിടെയാണ് എന്ത് വരുന്നത്, മദീന വരുന്നത്. ഇതിന് താഴെയായിട്ടാണ് ആര് വരുന്നത്, മക്ക വരുന്നത്. പിന്നെ അബ്ബാസി റെവല്യൂഷൻ, അബ്ബാസി വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത ഖുറാസാന്റെ സ്ഥാനം എവിടെയാണ്, ഇവിടെയാണ്. അപ്പോൾ ഈ പൊസിഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഇതേ ചാപ്റ്ററിൽ തന്നെ അടുത്ത ഭാഗം നമ്മൾ ആസ്ടെക്, മായ, ഇൻക എന്നിവരെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് ആരുള്ളത്, മെക്സിക്കോയുടെ ഈ താഴ്ഭാഗത്തായിട്ടാണ് ആരുള്ളത്, ആസ്ടെക് ഉള്ളത്. അവർക്ക് താഴെയായിട്ട് ഈ ഒരു L ഷേപ്പിലാണ് ആരുള്ളത്, മായൻസ് ഉള്ളത്. ഇവിടെയാണ് ഇൻക ഏത് കൺട്രിയിലായിരുന്നു നിങ്ങൾക്ക് അറിയാലോ. ഇൻകയുടെ കൺട്രി ഏതാ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെയാണ് ആര് വരുന്നത്, ഇൻക വരുന്നത്. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ മംഗോളിയ, ചൈന, റഷ്യ ആണ്. ഇതൊന്നും അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. എന്നാൽ നിങ്ങൾ ഇതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആര് വരുന്നത്, മംഗോളിയ വരുന്നത്. ആ മംഗോളിയക്ക് മുകളിലായിട്ടാണ് ആര് വരുന്നത്, റഷ്യ വരുന്നത്. അതിന് താഴെയായിട്ടാണ് ആര് വരുന്നത്, ചൈന വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 6ാമത്തെ ചാപ്റ്ററിൽ ഫ്രാൻസ്, ഇറ്റലി, ഇംഗ്ലണ്ടിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇവിടെയുള്ള ഈ ഒരു ഐലൻഡ്, ഈ ഒരു ദ്വീപാണ് ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ. ആ ഇംഗ്ലണ്ടിന് താഴെയായിട്ടാണ് ആര് വരുന്നത്, ഫ്രാൻസ് വരുന്നത്. അതേപോലെ അതിന് സൈഡിലായിട്ടാണ് ആര് വരുന്നത്, ഇറ്റലി വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രാൻസും ഇവിടെ ഇറ്റലിയുമാണ്. പിന്നെ നിങ്ങൾ 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഓൾറെഡി ചൈനയുടെ പൊസിഷൻ നമ്മൾ പഠിച്ചാണ്. ഇവിടെയുള്ള ഒരു ഐലൻഡ് ഗ്രൂപ്പ്, ഈ ഒരു ദ്വീപിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ജപ്പാൻ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ഈ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളോട് എന്ത് ചോദിക്കുക, പബ്ലിക് എക്സാമിന് മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കുക.
അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പബ്ലിക് എക്സാമിന് മാപ്പ് മാർക്കിംഗ് 100% ഉറപ്പാണ്. മോഡൽ എക്സാമിന് 100% ഉറപ്പാണ്. അപ്പോൾ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും മാപ്പ് മാർക്കിംഗ് 100% ഉറപ്പായതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവങ്ങളിൽ ഓരോന്നിൻ്റെയും മാർക്കിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഈ വീഡിയോ പരമാവധി ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം ഹിസ്റ്ററിയിൽ ഒരു കുട്ടിക്ക് മാപ്പ് മാർക്ക് ചെയ്യാൻ അറിയാതെ മോഡൽ എക്സാമിനും അതിനുശേഷം നടക്കുന്ന പബ്ലിക് എക്സാമിന് പോകരുത്. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, nafi.edu പോർട്ടിലേക്ക് ഒന്ന് അയക്കട്ടോ. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും മോഡൽ എക്സാം ഈസി ആവട്ടെ. അതിനുശേഷം നടക്കുന്ന പബ്ലിക് എക്സാമും എല്ലാവർക്കും ഈസി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.